ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 9. ഇത് ആക്ച്വലി മോൾ കൺസെപ്റ്റ് ആണ്. മോൾ കൺസെപ്റ്റിലുള്ള ഒരു ചോദ്യമാണിത്. 0.1 molar solution of Ki react with excess of H2SO4 and KiO3 solution according to equation പ്രകാരം റിയാക്ഷൻ നടന്നു. എന്നിട്ട് ഇതിൽ ഏതൊക്കെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ വായിക്കുക. 200 ml of Ki solution react with 0.004 mol of KiO3. അതായത് 0.004 മോൾ KiO3 ഉണ്ടെങ്കിൽ അവിടെ 200 ml Ki സൊല്യൂഷൻ ഉണ്ടാവുന്നതാണ് സ്റ്റേറ്റ്മെന്റ്. ശരിയാണ് തെറ്റാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കറിയാം ആരൊക്കെ തമ്മിലാണ് KIയും KiO3 അല്ലേ. KI മീൻസ് KIന്റെ ഉള്ളിലാണ് I മൈനസ് ഉള്ളത്, KiO3ന്റെ ഉള്ളിലാണ് IO3 മൈനസ് ഉള്ളത്. അപ്പം 5 മോൾ അതായത് 1 മോൾ IO3 ഇക്വേഷൻ നോക്കുക. 1 മോൾ IO3 മൈനസിന് 5 മോൾ KI വേണം. അപ്പൊ 1ന് 5 വേണം അല്ലെ. അപ്പൊ ഇവിടെ എത്രയല്ല 0.004 അല്ലേ. അപ്പൊ 0.004 എത്ര വേണ്ടി വരും? എടാ ഒരു KiO3ക്ക് 5 I മൈനസ് വേണം, 5 KI വേണം. അപ്പം 0.004 KiO3ക്കോ 0.004 × 5 ചെയ്താൽ പോരെ. അതായത് 20 × 10⁻³ മോൾ ആരുണ്ടാകും? ഇയാളുണ്ടാകും. നമുക്ക് ഇവിടെ വോളിയാ തന്നിട്ടുള്ളത്. മോളിനെ എങ്ങനെ വോളിയത്തിലോട്ട് മാറ്റാം മക്കളെ? KIന്റെ മൊളാരിറ്റി തന്നിട്ടുണ്ട്. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ അല്ലേ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്ററിലാണെങ്കിൽ × 1000 കൂടി വേണ്ടേ. അപ്പൊ നമുക്ക് വോളിയം കണ്ടുപിടിച്ചൂടെ? വോളിയം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ ബൈ മൊളാരിറ്റി × 1000 ചെയ്താൽ പോരെ, മതി. അപ്പൊ നമ്പർ ഓഫ് മോൾ എന്താ ചെയ്തല്ലോ നമ്മൾ. നമ്പർ ഓഫ് മോൾ എന്ത് കിട്ടി? നമ്പർ ഓഫ് മോൾ ഓഫ് KI കണ്ടുപിടിച്ചു. 20 × 10⁻³ ആണ്. × 1000 ഉണ്ട്. മൊളാരിറ്റി എത്ര? 0.1. എത്ര? 0.1 ആണ്. ഇത് ചെയ്ത് നോക്കി എന്താ കിട്ടുക? ഇത് കട്ട് ചെയ്ത് പോയി 20/10⁻⁻1 200 അല്ലേ. അപ്പൊ എന്ത് കിട്ടി? 200 ml തന്നെ കിട്ടും. അപ്പം 0.04 മോളിന് 200 ml വേണം. ശരിയാണ്. അതുകൊണ്ട് എന്താ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ എന്താ? സെന്റൻസ് എ എന്താണ്? കറക്റ്റ് ആണ്. അടുത്തതിലോട്ട് പോകാം. 200 ml KI സൊല്യൂഷൻ റിയാക്ട്. ഇതേ ചെയ്ത പോലെ തന്നെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അതായത് 0.004ന് 200 ആണെന്ന് കണ്ടുപിടിച്ചു. ഈ 0.006 മോൾ എന്ന് വെച്ചാൽ എന്താ? 0.006 മോൾ H2 നോക്കിക്കേ. ഇവിടെ 6 H+ അല്ലേ. അവിടെ ഒരു H2SO4 2 H+. അപ്പം 3 H2SO4 6 H+. അപ്പൊ 6 H+ മീൻസ് അവിടെ 3 H2SO4 ഉണ്ട് എന്നാ. അപ്പൊ 3 H2SO4 3 മോൾ H2SO4 5 മോൾ I മൈനസ് അല്ലെ. 3 മോൾ H2SO4 5 മോൾ I മൈനസ്. അപ്പൊ 3 മോളിന് 5 മോൾ I മൈനസ് ആണെങ്കിൽ 1 മോളിന് എത്രയാടാ? 5/3 അല്ലേ. അപ്പൊ 1 മോളിന് 5/3 ആണെങ്കിൽ 0.006 മോളിന് എത്ര? × 0.006 ചെയ്ത് നോക്കുക. ഓക്കെ. 5 × 6 30 അല്ലേ. അപ്പൊ 30 × 10⁻³ വരൂലേ. /3 ഉണ്ടല്ലോ. ചെയ്ത് നോക്കി എന്താ കിട്ടുക? 10 × 10⁻³ 10 × 10⁻³ എത്ര? 10⁻² മോൾ കിട്ടും. അപ്പൊ 10⁻² മോൾ KI വേണം ഇത്രയും H2SO4 എന്ത് ചെയ്യാൻ? റിയാക്ട് ചെയ്യാൻ. ഓക്കെ. അപ്പൊ 10⁻² മോൾ എത്ര മോളാന്നല്ലേ ചോദ്യം. വോളിയം കണ്ടുപിടിച്ചാൽ മതി. 10⁻² മോളിനെ വോളിയത്തിലോട്ട് മാറ്റുക. അത് ചെയ്ത് നോക്കണ്ട. 20 × 10⁻³ മോളാണ് എന്ത്? 200 ml. അപ്പൊ 10⁻² മോൾ ഒരിക്കലും 200 ml വരില്ല എന്ന് ഉറപ്പല്ലേ. അതുകൊണ്ട് ബി തെറ്റാണ്. അപ്പൊ എ കറക്റ്റ് ആണ്, ബി തെറ്റാണ്. എ കറക്റ്റ് ആണ്. അപ്പൊ ബി തെറ്റാണ് അല്ലെ. അപ്പൊ ഈ ഓപ്ഷൻ എന്തായാലും വരൂല. കാരണം ബി തെറ്റാണല്ലോ. ഈ ഓപ്ഷനും വരൂല. കാരണം എന്താ? ബി തെറ്റല്ലേ. അതുകൊണ്ട് ബി വരില്ലല്ലോ. എ എന്തായാലും കറക്റ്റ് ആണെന്ന് ഉറപ്പല്ലേ. അപ്പൊ ഇവിടെ എ ഇല്ലല്ലോ. അതുകൊണ്ട് ആ 4 എന്തായാലും ഓപ്ഷൻ വരൂല. ഓപ്ഷൻ 1 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരുള്ളൂ. അങ്ങനെ ചെയ്താൽ മതി മക്കളെ. അത്ര മതി. എല്ലാം കൂടി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ 1 ആണ് എന്തായിട്ട് വരിക? കറക്റ്റ് ആയിട്ട് വരിക കേട്ടോ. അതേപോലെ അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കാൻ പറ്റും. ഇത് ഞാൻ വേണമെങ്കിൽ പറയാം. ഇക്വലന്റ് വെയിറ്റ് ഓഫ് KI. ഒരാളുടെ ഇക്വലന്റ് വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയോ? ഇക്വലന്റ് വെയിറ്റ് അതായത് അയാളുടെ മോളിക്കുലർ മാസ് ബൈ ആ റിയാക്ഷനിൽ അയാൾ എത്ര ഇലക്ട്രോൺ എക്സ്ചേഞ്ച് ചെയ്തോ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ IO3 - I2 ആയതല്ലടാ. I2ന്റെ ഓക്സിഡേഷൻ നമ്പർ 0 അല്ലേ. IO3 മൈനസിലുള്ള അയോഡിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചൂടെ? +5 അല്ലേ. +5 0 ആവാ മീൻസ് 5 ഇലക്ട്രോൺ എക്സ്ചേഞ്ച് ചെയ്ത്. അപ്പൊ 5 ഇലക്ട്രോൺ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാളുടെ മോളിക്കുലർ മാസ് എന്താണോ അതേ ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺ എക്സ്ചേഞ്ച് ഇൻ ദാറ്റ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ അയാൾ 5 എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് അയാളുടെ മോളിക്കുലർ വെയിറ്റിനെ കൊണ്ട് 5 ഡിവൈഡ് ചെയ്താൽ മതി. അതുകൊണ്ട് ഈ 4 എന്താണ്? ശരിയാണ്.
ഓക്കെ, അപ്പൊ എയും ഡിയും ആണ് കറക്റ്റ് ആയിട്ട് വരിക. എയും ഡിയും ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഓപ്ഷൻ 1 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം.